ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ വിസ എടുത്ത് ഇന്ത്യക്കാർക്ക് ജോർജിയയിൽ വരാൻ പറ്റുമോ ഇല്ലയോ, അതിൻ്റെ ഒരു വിശദീകരണം. പിന്നെ ടൂറിസ്റ്റ് ഏതൊക്കെ വിസയുണ്ട് അതെല്ലാം ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഈ വീഡിയോയിൽ ഇവിടെ ജോർജിയയിൽ ഇന്ത്യക്കാർക്ക് വരാൻ ആഗ്രഹമുള്ള പല ആൾക്കാരും കാണാം. ടൂറിസ്റ്റ് ആയിക്കോട്ടെ, സ്റ്റഡി ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഒരു വിസ ഗൈഡാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ: ഇന്ത്യക്കാർക്ക് ജോർജിയയിൽ വരാൻ പറ്റുമോ, പിന്നെ ഏത് വിസയാണ് വേണ്ടത്, പിന്നെ ഈ വിസ എങ്ങനെ എടുക്കാം, ഈ വിസ എടുത്ത് വരാൻ പറ്റുമോ, ടൂറിസ്റ്റ് വിസയിൽ വരാമോ, വർക്ക് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയാണ് എല്ലാം. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ തന്നെ മെയിൻ പോയിന്റുകളും പിന്നെ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം, ഞാൻ പഴയ വീഡിയോകളെല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഞാൻ പഴയത് തന്നെ ഇതിനെപ്പറ്റിയെല്ലാം കുറേ വിശദീകരിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഓരോ പോയിൻ്റായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും, ഇന്ത്യക്കാർക്ക് ജോർജിയയിൽ വരാൻ പറ്റുമോ? ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും, ഇന്ത്യക്കാർക്ക് വരാൻ പറ്റും. യാതൊരു തടസ്സവും ഇല്ല. ഇവിടെ ടൂറിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. അത് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള വിസ നിങ്ങൾ കാറ്റഗറി എടുക്കണം. പിന്നെ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് നിങ്ങൾ നല്ല രീതിയിൽ പാലിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ ഒരു തടസ്സമില്ല, നമുക്ക് വരാൻ പറ്റും. ഇപ്പം ഈ വിസ അവൈലബിൾ ആണ് ഇന്ത്യക്കാർക്ക്. അല്ലെങ്കിൽ ഈ വിസ ഇല്ലായിരുന്നു, ഒരു 2 വർഷം മുമ്പ് ഈ വിസ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതും എടുക്കാം. ഞാൻ വന്ന ടൈമിൽ അതില്ലായിരുന്നു. ജോർജിയൻ സ്റ്റിക്കർ വിസ തന്നെ നിങ്ങൾ അപേക്ഷിക്കണമായിരുന്നു. ഇപ്പം ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന വേറൊരു ചോദ്യം, ജോർജിയയിലേക്ക് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ വരാൻ? ഇവിടെ ടൂറിസം, സ്റ്റഡി, വർക്ക്, ഫാമിലി വിസിറ്റ്, മെഡിക്കൽ പർപ്പസ്, അല്ലെങ്കിൽ MBBS പ്രോഗ്രാം, അല്ലെങ്കിൽ ഇതിനൊക്കെ ആണ് ഇവിടെ എല്ലാവരും മെയിൻലി ചൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് മെയിൻ. എല്ലാ കൺട്രികളെ പോലെ തന്നെ ഇവിടെയും എല്ലാവരും അതൊക്കെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ഈ വിസ എന്താണ്? അത് ഞാൻ പറഞ്ഞ ഇലക്ട്രോണിക് വിസ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് എംബസി പോവാതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ വിസ എന്ന് പറയുന്നത്. അത് ഇലക്ട്രോണിക് വിസ എന്ന് പറയും. നമുക്ക് ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് തന്നെ അപ്ലൈ ചെയ്ത് അപേക്ഷ, നമ്മളെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ എല്ലാം ഫുൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനായുള്ള ഫുൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് 4-3 ദിവസത്തിനുള്ളിൽ നമുക്ക് വിസ കിട്ടും. വിത്തിൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് വിസ കയ്യിൽ കിട്ടും, ഒരു സ്ഥലത്തും പോവാതെ. അതാണ് ഈ വിസ എന്ന് പറയുന്നത്. ഓൺലൈനായി അപ്ലൈ ചെയ്യുന്ന വിസയാണ്. എംബസി വിസിറ്റ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അതാണ് ഈ വിസ. പിന്നെ ഈ വിസ എങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ, സാധാരണയായിട്ട് എന്താണ് ഈ വിസയ്ക്ക് വേണ്ടത്? മെയിനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ visa.ge എന്ന് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും. ജോർജിയയിൽ ഈ വിസ എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞ് ഫുൾ ഡീറ്റെയിൽ ഒക്കെ അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഈ വിസ അപ്ലൈ ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. പിന്നെ മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ, പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ അതിൽ കാണിക്കണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതിൽ കാണിക്കണം, അക്കോമഡേഷൻ ഡീറ്റെയിൽ അതിൽ പറയണം. എന്ന് വെച്ചാൽ റിട്ടേൺ ടിക്കറ്റ് കാര്യങ്ങൾ, അവിടുത്തെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം പറയണം. പിന്നെ ട്രാവൽ ഇൻഫർമേഷൻ, റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതെല്ലാം ഡമ്മിയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ പറയണം. പിന്നെ വിസ ഫീ പേയ്മെൻ്റ് ഉണ്ട്, അതും നിങ്ങൾ അടയ്ക്കണം. ഇതൊക്കെയാണ്. സമയത്തിനനുസരിച്ച് ഇതെല്ലാം മാറാം. ഇപ്പോൾ ഇതാണെങ്കിൽ നാളെ ഈ റൂളല്ലേ ഇരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് മെയിൻലി അടിച്ച് നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഈ കാര്യത്തിലോട്ട് വേണ്ടത്. പിന്നെ ടൂറിസ്റ്റ് വിസ എടുത്ത് വരാമോ? ഇവിടെ അഫ്കോഴ്സ് വരാം. ഈ വിസ എടുത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വരാമെങ്കിൽ ടൂറിസ്റ്റ് വിസ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ വരാം. ടൂറിസ്റ്റ് വിസ ഉപയോഗിച്ച് ജോർജിയ ഇവിടെ കാണാം, ടൂറിസം ചെയ്യാം, പിന്നെ എല്ലാം കാണാം. മൊത്തം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇവിടെ അത് എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്ന ടൂറിസ്റ്റ് വിസ ഒരിക്കലും ഒരു വർക്ക് വിസ അല്ല, ജസ്റ്റ് കറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വിസ. അത് മാത്രമാണ് നിങ്ങൾ മെയിൻലി ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്. പിന്നെ ഇവിടെ സ്റ്റഡി പർപ്പസ്, ജോർജിയയിൽ പഠിക്കാൻ വരുന്നവർക്ക് ഇവിടെ നല്ലതായിരിക്കും. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ, യൂണിവേഴ്സിറ്റി ഡോക്യുമെൻറ്റ്സ്, ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ഇതെല്ലാം കാണിക്കണം. ഇതെല്ലാം ആവശ്യമായിരിക്കും ഇവിടെ പഠിക്കാൻ വരണമെങ്കിൽ. അതിനു വേണ്ടി നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ എടുക്കണം. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. സ്റ്റുഡൻറ്റ് വിസ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അത് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് മെയിനായിട്ട് നിങ്ങൾ വേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സെറ്റാക്കിയാൽ തന്നെ എല്ലാം സെറ്റാവും.
അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെയാണ് മെയിനായിട്ട്. നിങ്ങൾ മാറിപ്പോവാതിരുന്നാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം തപ്പാനിപ്പോൾ എല്ലാം തന്നിട്ടുള്ളതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ പേടിക്കേണ്ട. പിന്നെ വർക്ക് പർപ്പസ് ആണെങ്കിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എംപ്ലോയ്മെൻറ്റ് ഡോക്യുമെൻറ്റ്സ്, പിന്നെ റെലവൻറ്റ് പെർമിഷൻ, ഇവയെക്കുറിച്ച് എല്ലാം നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ നെറ്റ് ഉള്ളതുകൊണ്ട് എല്ലാം അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വർക്ക് വിസ എടുത്തിട്ട് ഇവിടെ വരാവൂ, അല്ലാതെ ചെയ്യല്. പിന്നെ ഇവിടെ ഇപ്പോൾ വർക്ക് പെർമിറ്റിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഇവിടെ നിർബന്ധമാണ്. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. അത് കാരണം നമുക്കൊക്കെ ജോലി തരുന്നില്ല. സ്റ്റുഡൻറ്റ് പാർട്ട് ടൈം ആണെങ്കിലും ഭയങ്കര പാടാണ് ഇവിടെ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ വരാൻ. പിന്നെ വിസ അപ്രൂവൽ ടിപ്സ് വേണം ഞാൻ പറയാം. പാസ്പോർട്ട് വാലിഡിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക. 6 മാസം മുമ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ 1 വർഷം മുമ്പ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഡോക്യുമെൻറ്റ്സ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് എന്തായാലും വിസ കിട്ടും, നിങ്ങൾക്ക് വരാൻ പറ്റും. പിന്നെ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കരുത്, അതൊന്നും കൊടുക്കാതിരിക്കുക. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്കത് പണി കിട്ടും. അതുകൊണ്ട് അതെല്ലാം സൂക്ഷിച്ച് വേണം നിങ്ങൾ ഫില്ല് ചെയ്യാൻ. പിന്നെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ മാത്രം ഫോളോ ചെയ്യുക, അല്ലാതെ ഒന്നും ചെയ്യല്. വേറെ എന്ന് വെച്ചാൽ ഒഫീഷ്യൽ മീൻസ് ഒഫീഷ്യൽ സൈറ്റിൽ കയറി നിങ്ങൾ തപ്പം എങ്ങനെയാണ് അത് മാത്രം ചെയ്യുക, അല്ലാതെ ആരെങ്കിലുമൊക്കെ പറയണ കേട്ട് നിങ്ങളൊന്നും ചെയ്യല്. പിന്നെ മിസ്റ്റേക്ക് എന്ന് പറയണത് നിങ്ങൾ പലപ്പോഴും ഉണ്ടാക്കാൻ പോകുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഏജൻറ്റ് പറയുന്ന മാത്രം വിശ്വസിച്ച് ഒന്നും ചെയ്യല്. പല ഏജൻറ്റുകളും പൈസയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. എല്ലാ ഏജൻറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ ചിലവരങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ അതും സൂക്ഷിക്കണം. അതൊക്കെ നോക്കി അതൊക്കെ ജെന്യൂനാണോ അല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം. നിങ്ങൾക്കൊരു കോൺടാക്റ്റ് വെക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്യാവൂ. പിന്നെ ഒരാൾ വന്ന് കമൻ്റ് ഇട്ടായിരുന്നു, അത് കേട്ടപ്പോൾ നല്ല സങ്കടമായിപ്പോയി. ബിക്കോസ് ഇതേപോലെ ജോലി പാർട്ട് ടൈം ചെയ്ത് ഇവിടെ പണി ചെയ്യാം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ആ കുട്ടിക്ക് ഇതുവരെ ഇവിടെ പാർട്ട് ടൈമോ ഒന്നും കിട്ടിയില്ല. കാരണം അവരെ അച്ഛൻ അങ്ങനെ ആയിരിക്കും അതിനെ അങ്ങനെയെങ്കിലും ചെയ്ത് മോനെ പഠിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞായിരിക്കും വിടുന്നത്. പക്ഷെ അതൊന്നും പറ്റിയില്ല. അതൊക്കെ ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നി. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യല്. പിന്നെ വിസ ടൈപ്പ് മനസ്സിലാക്കാതെ അപ്ലൈ ഒന്നും ചെയ്യല്. കാരണം ഓരോരുത്തരും ഓരോ ഇതാണ്. പിന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒന്ന് നല്ല രീതിയിൽ വേണം, അതൊന്നും ഇല്ലാത്തവർ ചെയ്യല്. പിന്നെ റൂൾസ് വായിക്കാതെ ടിക്കറ്റും എടുക്കല്. കാരണം ഇവിടത്തേക്ക് കുറേ റൂൾസ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ട്. അത് കാരണം നല്ല സ്ട്രിക്റ്റാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. പിന്നെ എൻ്റെ മെയിനായിട്ട് ഞാൻ ഇപ്പോൾ പറയാൻ പോണ എൻ്റെ അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നത് കാറ്റഗറി മനസ്സിലാക്കുക, ഒഫീഷ്യൽ ഇൻഫർമേഷനൊക്കെ നല്ല രീതിയിൽ പരിശോധിക്കുക, ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താണോ പർപ്പസ് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇവിടെ ടൂറിസമാണോ അതാണോ, അപ്പോൾ നല്ല രീതിയിൽ പ്രോസസ്സൊക്കെ എളുപ്പമാവും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വിസ എടുത്ത് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വരാൻ പറ്റും. അതാണ് ഞാൻ മെയിനായിട്ട്. അതല്ലാതെയും വിസകളുണ്ട്. അപ്പം മെയിനായിട്ട് ഞാൻ അത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നതാണ്. ഈ വിസ എടുത്ത് അതിൻ്റെ മെയിൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിക്കാം. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ പറ്റി ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ ഇടാം, ഞാനത് ചെയ്യുന്നതാണ്. അപ്പോൾ ഏതൊരു മടിയും വേണ്ട, ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ്. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.